മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം സ്വയം തിരിച്ചറിയാനും ഉയർന്നു വരാനും നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക. വേദനിപ്പിക്കുന്നവർക്ക് നിങ്ങൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നിങ്ങൾക്ക് അതിനേ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വച്ചിട്ടുണ്ടാകും. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. മനസ്സ് എല്ലാവരിലുമുണ്ട്. പക്ഷേ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്നു വരില്ല. ഭക്തരെ, ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും കളങ്കമില്ലാത്തതുമായിരിക്കും. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നുവെന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ജീവിതം. സമയം പലപ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണകരമായ അവസ്ഥയിൽ എത്തിക്കുന്നു. സമയത്തിന് കുറച്ച് സമയം കൊടുക്കാനുള്ള ക്ഷമ കാണിക്കുക. ഭക്തരെ, മാറ്റാൻ സ്വന്തം കുറവുകളും തിരുത്താൻ സ്വന്തം തെറ്റുകളുമുള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടേത് തേടി നടക്കുന്നത്? തോറ്റുപോയി എന്ന തോന്നലിൽ തളർന്നിരിക്കാതെ ജയിക്കാൻ കഴിയും എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല. സാധ്യതകൾ ഒരുപാടുള്ള ജീവിതമാണ് നിങ്ങളുടേത്. ശ്രമം തുടരുക. വായിച്ചു തീർന്നാൽ വലിച്ചെറിയുന്നവരുടെ കയ്യിൽ പുസ്തകവും, ആവശ്യം കഴിഞ്ഞാൽ തള്ളിപ്പറയുന്നവരുടെ അടുക്കൽ മനസ്സും ഏൽപ്പിക്കരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ സത്യമുണ്ട്, സൗന്ദര്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. വിധിയെ കുറ്റപ്പെടുത്തി ഇരിക്കാതെ ഉള്ള സമയം സന്തോഷമായി ഇരിക്കുക. ഭക്തരെ, ചിലർ കരുതുന്നു ആരെയും എന്തും പറയാമെന്ന്. അവർ പ്രതികരിക്കില്ലായിരിക്കാം. പക്ഷേ എല്ലാം ഉള്ളിലൊതുക്കി നിശബ്ദമായിരിക്കും. എന്നാൽ എന്നെങ്കിലും അവരുടെ ഈ വേദനയ്ക്ക് കാലം പകരം ചോദിക്കാതിരിക്കില്ല. ദുഷ്ടബുദ്ധിയുള്ളവരെയും കപടസ്നേഹം നടിക്കുന്നവരെയും അഹങ്കാരവും പരിഹാസവും കൊണ്ട് നടക്കുന്നവരെയും താൽക്കാലികമായി മാത്രം ഈശ്വരൻ സംരക്ഷിക്കുന്നു. ഒരിക്കൽ അവർക്ക് തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും. ഭക്തരെ, ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഓരോരുത്തർക്കും ഒരു ഇരട്ട മുഖമുണ്ട്. പണത്തിനു മുന്നിൽ എല്ലാം മറന്ന് നിറം മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കാലമാണിത്. ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുക. കരയണമെങ്കിൽ കരയുക. തെറ്റുപറ്റിയെന്ന് തോന്നുമ്പോൾ തിരുത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ. ഒന്നിനെയും കൂടെ കൂട്ടേണ്ടതില്ല. എല്ലാ സമയവും കടന്നു പോകാനുള്ളതാണ്. ജീവിതമാകുന്ന പുസ്തകത്തിൽ ചില പേജുകൾ മോശമായിരിക്കാം എന്ന് വെച്ച് വായന നിർത്തരുത്. വായിച്ചുകൊണ്ടിരിക്കുക. അടുത്ത പേജുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം നൽകും. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരികെ നടക്കുന്നത് മനസ്സിൽ ഒരു വിങ്ങലാണ്. വാക്കുകളിലെ ദയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു. ചിന്തയിലെ ദയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നു. മറ്റുള്ളവർക്ക് നൽകുന്നതിലെ ദയ സ്നേഹം സൃഷ്ടിക്കുന്നു. ഭക്തരെ, നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത്. നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മറുപടി പറയരുത്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഒരുപാട് അതിജീവിച്ചു. വരാനിരിക്കുന്നതെന്തും നിങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം
എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.